കാലാവസ്ഥയുടെ വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ അവസ്ഥ? വല്ലാത്ത ചൂടാണ് കേരളം മുഴുവൻ. ആ ചൂടിന് വല്ല മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. നല്ലൊരു സൺഡേ കഴിഞ്ഞ് നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു പെരുന്നാൾ ദിനത്തിലാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉള്ളൊരു ദിവസമാണല്ലേ. അതിൻ്റെ കൂടെ നല്ലൊരു ക്ലൈമറ്റും കൂടെ ആണെങ്കിൽ സെറ്റാണ്. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, മുൻകരുതലൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയിലും പ്രത്യേകിച്ച് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പില്ല. എന്നാൽ ജാഗ്രത വേണോ എന്ന് ചോദിച്ചാൽ വേണം. കാരണം സംസ്ഥാനത്ത് ഇന്ന് മുതൽ 4 ദിവസത്തേക്ക് വേനൽ മഴ ശക്തമാകുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്നാണ് ഈ മാപ്പ് സൂചിപ്പിക്കുന്നത്. മഴ മാത്രമല്ല, മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കേരളത്തിലെ വേനൽ മഴയുടെ അവസ്ഥ. ഈ മഴയൊക്കെ ആണെങ്കിലും ചൂട് കുറവുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലെന്ന്. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചൂടിങ്ങനെ ഉയരൂല്ലേ. അപ്പോൾ ഇന്ന് നിലവിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില ഉള്ളത്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാടിലെ താപനില. പാലക്കാടിന് ശേഷം തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കണ്ണൂർ ഈ 4 ജില്ലകളിലാണ് രണ്ടാമതായി താപനില രേഖപ്പെടുത്തുന്നത്. ഈ 4 ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അതേസമയം ഇന്ന് ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് സാധാരണ താപനിലയിലേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. അപ്പോൾ ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്ന് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഈ ഉയർന്ന ചൂടൊക്കെ മറികടക്കാനുള്ള മുന്നറിയിപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. ഇനി ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊക്കെയാണ് പ്രവചനം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഇടിമിന്നലുണ്ടാകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ജാഗ്രത വേണമെന്ന ഓർമ്മയിലുണ്ടല്ലോ അല്ലേ. ഇനി അഥവാ പ്രേക്ഷകർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കേണ്ടത് ഞാനാണ്. നമുക്കൊന്ന് ഓർത്ത് നോക്കാം. സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അതായത് ഈ ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. ജനലും വാതിലും അടച്ചിടുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടാൻ മറക്കരുത്. പരമാവധി ജനലിന്റെയും വാതിലിന്റെയും ഒക്കെ അടുത്ത് നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് പറയുന്നത് വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. ഈ വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്തെ ഈ സമയത്ത് കെട്ടരുത്. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മെ ചുറ്റുപറ്റി നിൽക്കുന്നവരുടെ കാര്യം കൂടി നമ്മൾ നോക്കണം. അടുത്തതായിട്ട് പറയുന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഈ ഇടിമിന്നലുള്ള സമയത്ത് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനായിട്ട് മറക്കരുത്. തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത്. ഈ നിർദ്ദേശങ്ങളൊക്കെയാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുക. ചൂടായാലും മഴയായാലും മുൻകരുതലുകളൊക്കെ നമുക്കിപ്പോൾ സെറ്റാണ്. ഇത് കേട്ടാൽ മാത്രം പോരാട്ടോ, കൃത്യമായിട്ട് പാലിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ഇതൊക്കെയാണ് ഹർഷൻ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ.